ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര, ആയൂർ പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവാ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 9947 6976. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷെഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ് പത്തനാപുരം, ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി എന്നും പുനലൂർ ഫെസ്റ്റ് 2015 ഓഗസ്റ്റ് 15 മുതൽ 30 വരെ പുനലൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ. ഭീമൻ അമ്യൂസ്മെന്റ്, കുട്ടികൾക്കായി പ്രത്യേക അമ്യൂസ്മെന്റുകൾ, ശീതീകരിച്ച പ്രദർശന വിപണന സ്റ്റാളുകൾ, ഭക്ഷ്യമേള, പുഷ്പഫല സസ്യമേള, 9D തിയേറ്റർ, ചിരിക്കാത്ത മനുഷ്യൻ, താരനൃത്ത സംഗീത ഹാസ്യ സന്ധ്യകൾ, ഇന്ദ്രജാല പ്രകടനം, തമ്പോല. ഈ ഓണം പുനലൂരിനോടൊപ്പം. The event organized by Kerala Arts and Events in association with Travancore Events, Thiruvananthapuram. Contact 94684987 984678215. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ തണ്ണിവളവിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. മരിച്ചത് തമിഴ്നാട് സ്വദേശി ഗോമതി. അപകട കാരണം ടിപ്പർ ലോറിയുടെ അമിത വേഗത. തന്മലയിൽ ചന്ദനമോഷണത്തിനിടെ പിടികെട്ടാപ്പുള്ളിയെ വനപാലകർ വലയിലാക്കി. നിരവധി കേസുകളിലെ പിടികെട്ടാപ്പുള്ളി ആനപ്പെട്ട കോങ്കൽ സ്വദേശിയാണ് പിടിയിലായത്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപണവുമായി ഗ്രാമപഞ്ചായത്ത് അംഗം രംഗത്ത്. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ അനുജനെ ഭവന പദ്ധതിയിൽ അനധികൃതമായി ഉൾപ്പെടുത്തിയതായി ആരോപണം. വാർത്തകൾ വിശദമായി.
കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ തണ്ണിവളവിന് സമീപം വാഹനാപകടം. ടിപ്പർ ലോറിയും ടാറ്റാ സുമോയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ടിപ്പർ ലോറിയുടെ ഡ്രൈവർ മൊബൈലിൽ സംസാരിച്ച് അമിത വേഗതയിൽ വാഹനമോടിച്ചതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. അമിത വേഗതയിലെത്തിയ ടിപ്പർ ലോറി ഇടിച്ച് നിയന്ത്രണം വിട്ട ടാറ്റോ സുമോ 10 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. പുനലൂർ ചെങ്കോട്ട ദേശീയപാതയിൽ വെള്ളിമല തണ്ണിവലവനാണ് സംഭവം. അപകടത്തിൽ ഒരാൾ മരിച്ചു. തൂത്തുക്കുടി ജില്ലയിൽ ലക്ഷ്മിപുരം കോവിൽപ്പെട്ടിയിൽ 70 വയസ്സുള്ള ഗോമതിയമ്മയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകും വഴി മരിച്ചത്. കോവിൽപ്പെട്ടിയിൽ ലക്ഷ്മിപുരം സ്വദേശികളായ ഗീത, ചിത്ര, വാഹന ഡ്രൈവർ, നാഗർകോവിൽ, ശാസ്ത്രിനഗർ മുഖയ്യ എന്നിവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുനലൂർ കള്ളയനാടുള്ള സിദ്ധ വൈദ്യശാലയിലേക്ക് ചികിത്സയ്ക്കായി വരികയായിരുന്നു ഗോമതിയമ്മയും കൂട്ടരും. പുനലൂരിൽ നിന്നും തെന്മല ഭാഗത്തേക്ക് പോവുകയായിരുന്നു ടിപ്പർ ലോറി. ലോറി അമിത വേഗതയിലായിരുന്നുവെന്നും ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കുകയായിരുന്നുവെന്നും ഡ്രൈവർ മുഖയ്യ പറഞ്ഞു. കല്യാണ വൈദ്യശാലയ്ക്ക് വന്നിട്ട് സിദ്ധ വൈദ്യത്തിലേക്ക് ടിപ്പർ ഏതൊക്കെ വന്ന വണ്ടി ടിപ്പർ ഇടിച്ച് തള്ളിച്ചത്. പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് വാഹനത്തിൽ കുടുങ്ങിയവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ ഭവന നിർമ്മാണ പദ്ധതിയിൽ വൻ ക്രമക്കേട്. ആരോപണത്തിൽ കഴമ്പുണ്ടെന്നും ഇക്കാര്യം അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഭവന നിർമ്മാണ പദ്ധതിയിൽ വൻ ക്രമക്കേടുകൾ നടത്തുന്നതായി കണ്ടെത്തി. കുളത്തൂപ്പുഴ വാർഡിലെ ഭവന നിർമ്മാണ പദ്ധതി ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടും തിരുത്തലും കണ്ടെത്തിയതിനെ തുടർന്ന് വാർഡ് മെമ്പർ ബിന്ദു ശശിധരൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ഗുരുതരമായ ക്രമക്കേടുകൾ സ്ഥിരീകരിച്ചത്. കുളത്തൂപ്പുഴ വാർഡിൽ ഭവന നിർമ്മാണത്തിൽ ഒന്നാമതായി ഗ്രാമസഭയിൽ തിരഞ്ഞെടുത്ത നെല്ലിമൂട് സ്വദേശി പാർക്കുട്ടിയമ്മയ്ക്ക് പകരം പഞ്ചായത്തിലെ സ്ഥിരം താമസക്കാരി അല്ലാത്തതും ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നതുമായ അഞ്ചൽ തഴമേൽ സ്വദേശി ഷമീൻ മനസ്സിലിൽ ജമീല ബീബി ഒന്നാമതായി ഇടം നേടി. ഇത് മിനിറ്റ്സ് ക്ലോസ് ചെയ്യുന്നതിനിടെ ശ്രദ്ധയിൽപ്പെട്ട വാർഡ് മെമ്പർ ബിന്ദു ശശിധരൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് സെക്രട്ടറി നടത്തിയ പരിശോധനയിലാണ് പഞ്ചായത്തിൽ താമസമില്ലാത്ത വ്യക്തിക്ക് ഗുണഭോക്തൃ ലിസ്റ്റിൽ ഇടം നേടിയത് കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് നിർവഹണ ഉദ്യോഗസ്ഥയോട് അന്വേഷിച്ചപ്പോൾ മുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം പ്രകാരമാണ് താൻ ഇത്തരത്തിൽ ചെയ്തതെന്നും ആയിരുന്നു ജീവനക്കാരിയുടെ വിശദീകരണം. എന്നാൽ ആരായിരുന്നു ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. വാർഡ് മെമ്പർ കൂടിയായ താൻ പോലും അറിയാതെ ഗ്രാമസഭയുടെ മിനിറ്റ്സിലും ലിസ്റ്റിലും തിരുത്തിയ ജീവനക്കാരിക്കെതിരെയും ഇതിന് നിർദ്ദേശം നൽകിയ വ്യക്തിക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയതായും ഇത്തരത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥയെ പ്രേരിപ്പിച്ച പഞ്ചായത്ത് പ്രസിഡന്റാണെന്നും വാർഡ് മെമ്പർ ബിന്ദു ശശിധരൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. എല്ലാ മെമ്പർമാരും മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി എടുക്കണമെന്ന് പറഞ്ഞതിന് പ്രകാരം എന്റെ വാർഡ് കോർഡിനേറ്റർ ജാൻസി ആയിരുന്നു, LVO ജാൻസി ആയിരുന്നു. അങ്ങനെ ജാൻസിയുടെ അടുത്ത് മിനിറ്റ്സ് ക്ലോസ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ മിനിറ്റ്സ് ഞാൻ കുറെ എഴുതി വെച്ചേക്കുവാണെന്ന് പറഞ്ഞു. ആ വാക്കുകളിൽ എനിക്ക് അത്ര വിശ്വാസം പോരാത്തത് കൊണ്ട് ഞാൻ ഇന്ന് വന്ന് മിനിറ്റ്സ് പരിശോധിച്ചപ്പോൾ ഭവന നിർമ്മാണത്തിനകത്ത് ഗ്രാമസഭയെ തിരഞ്ഞെടുത്ത എല്ലാ ലിസ്റ്റുകളും തിരുത്തിയിരിക്കുകയാണ്. ഗ്രാമസഭയിൽ പങ്കെടുക്കുക ഇപ്പൊ തഴമയിൽ താമസിക്കുന്നത് നേരത്തെ പുത്തേര് താമസിച്ചിട്ടിരുന്ന ഒരു വ്യക്തിക്കാണ് ഇപ്പൊ അവര് പിന്നെ അമ്പലം വാർഡില് സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയൊക്കെ പ്രേരണയിലാണോ ഇത് നടത്തിയെന്ന് എനിക്ക് സംശയമുണ്ട്. അവർക്കാണ് ഇപ്പോൾ ഒന്നാമത്തെ ലിസ്റ്റിൽ പേരിട്ടേക്കുന്നത്. അത് ആ ഉദ്യോഗസ്ഥക്കെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. ആരോപണത്തിൽ കഴമ്പുണ്ടെന്നും സംഭവം പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇക്കാര്യം ചർച്ച ചെയ്ത് നടപടി ഉണ്ടാകുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി രമേശൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആരോപണവുമായി പഞ്ചായത്ത് അംഗം രംഗത്ത്. ഗ്രാമസഭയിൽ പങ്കെടുക്കാത്ത യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ സഹോദരനെ ഭൂരഹിത ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെന്നാണ് ആരോപണം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭിലാഷ് കുമാർ ഗ്രാമസഭയിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ സഹോദരനെ ഭൂരഹിത ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും തന്റെ അറിവും സമ്മതവുമില്ലാതെ ലിസ്റ്റിൽ ഒന്നാമതായി ഉൾപ്പെടുത്തിയതായി ആരോപിച്ചുകൊണ്ട് കുളത്തൂപ്പുഴ വാർഡ് മെമ്പർ ബിന്ദു ശശിധരൻ രംഗത്ത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മാൻസിംഗിന്റെ അനിയൻ ജയ്സിംഗിനെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെയാണ് വാർഡ് മെമ്പർ രംഗത്തെത്തിയിരിക്കുന്നത്. ഭൂരഹിതരുടെ അന്തിമ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതിനായി കരട് ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ ആക്ഷേപം ഉന്നയിക്കാൻ പോലും എത്താത്ത ജയ്സിംഗിന് ഒന്നാമതായി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള അധികൃതർക്ക് പരാതി നൽകിയതായി ബിന്ദു ശശിധരൻ പറഞ്ഞു. ആദ്യം തയ്യാറാക്കി അതിൽ അന്നത്തെ ഗ്രാമസഭയിൽ പങ്കെടുക്കുകയോ ആക്ഷേപം കൊടുക്കാൻ ഇവിടെ സമയം കൊടുത്തിരുന്ന സമയത്ത് ആക്ഷേപം കൊടുക്കുകയോ ചെയ്യാത്ത വ്യക്തിയെ അന്ന് പ്രസിഡന്റിന്റെ കുറെ പിണിയാളുകളും കൂടെ ചേർന്ന് ഗ്രാമസഭയിൽ കൊണ്ടുവരികയും ഗ്രാമസഭ പിരിഞ്ഞു പോയതിനു ശേഷം പ്രസിഡന്റിന്റെ പ്രത്യേക താല്പര്യപ്രകാരം അവരുടെ കോൺഗ്രസ് നേതാവിന്റെ അനിയനായ ജയ്സിംഗിനെ 14 വാർഡിലെ മറ്റേ ഭൂരഹിതരുടെ ലിസ്റ്റിൽ 1ാം നമ്പറായിട്ട് തെരഞ്ഞെടുക്കുക ചെയ്തേക്കുകയാണ്. അതിനെതിരെ ആൾക്കാരെ കൊണ്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ നിയമ നടപടികളിലോട്ട് പോകണമെന്ന് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ആദിവാസി ക്ഷേമ പദ്ധതികൾ മാതൃകയാകുന്നു. ആനുകൂല്യ വിതരണവും ആദിവാസി സംഗമവും 10-ന് പുനലൂരിൽ നടക്കും.
കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആദിവാസി ക്ഷേമത്തിനും ശിശുമരണം ഇല്ലാതാക്കുന്നതിനുമായി നടപ്പാക്കുന്ന പദ്ധതികൾ ഇതിനോടകം രാജ്യം തന്നെ മാതൃകയായി കഴിഞ്ഞ സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും കഴിഞ്ഞ ഒരു വർഷം ആനുകൂല്യങ്ങൾ ലഭിച്ചവരുടെയും ഈ വർഷം ആനുകൂല്യങ്ങൾക്ക് അർഹത നേടിയവരുടെയും സംഗമം ഓഗസ്റ്റ് 10 പുനലൂരിൽ നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗർഭിണികളായ ആദിവാസി സ്ത്രീകൾക്ക് ഗർഭകാലം മുഴുവനും പ്രസവിച്ച് ഒരു വർഷം കഴിയുന്നതുവരെയും പ്രതിമാസം 1000 രൂപയുടെ പോഷകാഹാര കിറ്റ് ജില്ലാ പഞ്ചായത്തും 1000 രൂപ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും നൽകി വരുന്നു. ജില്ലാ പഞ്ചായത്ത് നൽകുന്ന പോഷകാഹാര കിറ്റാണ് കടല, പയർ, വൻപയർ, നിലക്കടല, ഓട്സ്, ഹോർലിക്സ്, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി എന്നിവ. ഇവ എല്ലാ മാസവും നൽകുന്നുണ്ട്. ആരോഗ്യമുള്ള അമ്മയ്ക്ക് മാത്രമേ ആരോഗ്യമുള്ള കുട്ടിയെ പ്രസവിക്കുവാൻ കഴിയൂ എന്ന് തെളിയിക്കാൻ ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞു. ഇന്ത്യയിൽ ആദിവാസി മരണം ഇല്ലാത്ത ജില്ലയായി കൊല്ലം ജില്ല മാറി. സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങിയാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതി നടപ്പാക്കിയത്. കേരളത്തിൽ ഇതുപോലെ ഒരു പദ്ധതി ആദിവാസി അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി നടപ്പാക്കുന്ന ഏക ജില്ലയാണ് കൊല്ലം. ആദിവാസി മേഖലയിലെ 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൌരന്മാർക്ക് വേണ്ടി ഒരു പദ്ധതി കൂടി ഈ വർഷം നടപ്പിലാക്കുകയാണ്. അവരുടെ സംരക്ഷണത്തിനായി 1000 രൂപയും ഭക്ഷണക്കിറ്റും അവർക്ക് കൂടി നൽകും. ആദിവാസി തനത് കലാരൂപങ്ങൾ നിലനിർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 50ഓളം പേർക്ക് പരിശീലനം നൽകി. ശിങ്കാരിമേളത്തിനുള്ള ഉപകരണങ്ങൾ എല്ലാവർക്കും നൽകി കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനവും ഈ 10 നടക്കും. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും ശിങ്കാരിമേളത്തോടു കൂടിയാണ് ആദിവാസി സംഗമം നടക്കുന്ന പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നത്. ആദിവാസി കുട്ടികൾക്ക് വേണ്ടി 5 വയസ്സുവരെയുള്ള പൂർണ്ണ ആരോഗ്യ സുരക്ഷാ പദ്ധതി കൂടി ആരംഭിക്കുന്നു. ആദിവാസി മേഖലയിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിനുള്ള പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ച 69 പേരാണ്. ആ 69 പേരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി ഒരു സംഗമം 10-ാം തീയതി രാവിലെ 10 മണിക്ക് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ വിളിച്ചു ചേർക്കാൻ ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഈ വർഷം ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയവർക്ക് ഈ 2 മാസത്തെ ഓണം കൂടി വരുന്നു എന്നുള്ളത് കൊണ്ട് 2000 രൂപയുടെ വരെ കിറ്റ് അവർക്ക് 2 മാസത്തെ മുൻകൂട്ടി തന്നെ ആ യോഗത്തിൽ വെച്ചിട്ട് നൽകാം. 60 വയസ്സ് കഴിഞ്ഞ പ്രായമുള്ള ആളുകൾ, ഈ ശിശുക്കളെ നമ്മൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പ്രായമായ ആളുകൾക്കും 1000 രൂപയുടെ കിറ്റ് നൽകുന്ന ഒരു പദ്ധതി കൂടി ഈ വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ ആദിവാസി ശിശുക്കൾക്കും ആദിവാസി വിഭാഗത്തിലെ മുതിർന്നവരുടെയും പൂർണ്ണമായ സംരക്ഷണം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നതാണ്. പിന്നെ ഇതിൽ തന്നെ നല്ല കലാവിധികളുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ആദിവാസികളുടെ തന്നെ പരമ്പരാഗത കലയെ പരിപോഷിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്. അവരെ എല്ലാം കൂടെ കണ്ടെത്തി ഏതാണ്ട് ഒരു 120ഓളം പേർക്ക് ശിങ്കാരിമേള ഉൾപ്പെടെ ഉള്ളതിൽ പരിശീലനം നൽകി അവർക്ക് ശിങ്കാരിമേള നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഞങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. പരിശീലനം പൂർത്തിയാക്കിയവർ 10-ാം തീയതി രാവിലെ 10 മണിക്ക് പുനലൂർ TB ജംഗ്ഷനിൽ എത്തിച്ചേരുകയും അവിടുന്ന് തന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് ശിങ്കാരിമേളവും കലാപരിപാടികളുമായി തന്നെ വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഘോഷയാത്ര കൂടി അന്നേ ദിവസം രാവിലെ സംഘടിപ്പിച്ചിരിക്കണം. പുനലൂരിലേക്ക് ഓണം എത്തുന്നത് ആദിവാസി വിഭാഗങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തും പട്ടികവർഗ വകുപ്പും എല്ലാം ചേർന്ന് നൽകിയിട്ടുള്ള കലാപരിപാടിയുമായി തന്നെ പുനലൂരിലേക്ക് ഓണം പ്രവേശിക്കുന്ന ഒരു കാഴ്ച കൂടി അന്ന് നടത്താൻ വേണ്ടിയിട്ട്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ K സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CPI രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് കേളങ്കാവിൽ തുടക്കം കുറിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. CPI സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും പുനലൂർ നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പൂർത്തീകരിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടും CPI പുനലൂർ ഈസ്റ്റ് വെസ്റ്റ് സൌത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച രാഷ്ട്രീയ പ്രചരണ കാൽനട ജാഥ കേളങ്കാവിൽ തുടക്കം കുറിച്ചു. CPI സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R ജഗന്നാഥൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗം K രാജശേഖരൻ സ്വാഗതം പറഞ്ഞു. CPI കൊല്ലം ജില്ലാ സെക്രട്ടറി R രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ സ്ഥിതി പറയാതിരിക്കുകയാണ് ഭേദം. ഇവിടെ വികസനം എന്നത് ഒരു യാതൊരു തരത്തിലും മുന്നോട്ട് പോകാത്ത ഒരു പരീക്ഷികയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 4.25 വർഷമായി ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഈ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തകർന്നിട്ട് നാളെത്രയായി.
ഈ കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അധികാരത്തിൽ ഇരുന്നിട്ടുള്ള UDF-ന്റേതാകട്ടെ LDF-ന്റേതാകട്ടെ ഗവൺമെന്റുകൾ ഒരു ഗവൺമെന്റിനും ഉണ്ടാകാത്ത വിധത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് കേരള ഗവൺമെന്റ് ഇതിനകം തന്നെ വിധേയരായി കഴിഞ്ഞിരിക്കുന്നു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം BP ഉണ്ണികൃഷ്ണനാണ് ജാഥ ക്യാപ്റ്റൻ. ജാഥ ക്യാപ്റ്റന്റെ സ്വീകരണവും തുടർന്ന് നന്ദിയും രേഖപ്പെടുത്തി. സുന്ദരേശൻ, ഇടക്കുന്ന് ബ്രാഞ്ച് വേണ്ടി കൃഷ്ണമൂർത്തി, രാജു, ശിവൻ, രാമകൃഷ്ണൻ, ദേവൻ, മനു, ലാലു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിസ്ഥാനപരമായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരുണ്ട്. അവരെ സംരക്ഷിക്കുകയും അവരെ സമൂഹ മധ്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനമാണ് നടത്തിയത്. മുൻ നഗരസഭാ കൌൺസിലർ K. പ്രഭ വൈസ് ക്യാപ്റ്റനും CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം J. ഡേവിഡ് ജാഥ ഡയറക്ടറുമാണ്. CPI മണ്ഡലം സെക്രട്ടറി C. അജയപ്രസാദ്, K. രാധാകൃഷ്ണൻ, ജോബോയ് പെരേര, E. K. റോസ് ചന്ദ്രൻ, കാസ്ലസ് ജൂനിയർ, P. K. മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ജുവലേഴ്സ് ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, elegant ethnic collections, pure 916 hallmark gold. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ, തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442555870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. ക്ലാസി സാനിറ്ററി വെയർസ്. From the house of luxury sanitary wares, Style Bath, Kottarakara, Ayur, Punlur.
പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി ബികോം പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, ബികോം, എംകോം, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, റാന്നി, മുക്കൂട്ടുതറ, ചിറ്റാർ, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. തെന്മലയിൽ ചന്ദനമോഷണത്തിനിടെ പിടികിട്ടാപ്പുള്ളി പിടിയിലായത് ആനപ്പെട്ടകോങ്കൽ സ്വദേശി മോഹൻദാസ്. തെന്മലയിൽ ചന്ദനമരം മോഷണത്തിനിടെ പിടികിട്ടാപ്പുള്ളി പിടിയിൽ. വെള്ളിയാഴ്ച പകലാണ് സംഭവം. ഇടമൺ ആനവട്ടാങ്കുങ്കിൽ അഖിൽ ഭവനിൽ മോഹൻദാസാണ് വനപാലകരുടെ പിടിയിലായത്. തെന്മല അയ്യപ്പൻകാനയ്ക്ക് സമീപം കൽത്തേരി മലയിൽ നിന്നും മുറിച്ചു കടത്തിയ ചന്ദനത്തിന്റെ കുറ്റി എടുക്കുന്നതിനിടയിലാണ് മോഹൻദാസ് പിടിയിലായത്. പട്രോളിംഗിനെത്തിയ വനപാലകരെ കണ്ട് ഇയാൾ ഓടാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. മുൻപ് മ്ലാവിനെ വെടിവെച്ച കേസിലും മറ്റൊരു ചന്ദനമരക്കേസിലും ഇയാൾ പിടികിട്ടാപ്പുള്ളിയായിരുന്നു. ഇയാളുടെ പക്കൽ നിന്നും ചന്ദനക്കുറ്റിയും കൈക്കോടാലിയും വെട്ടുകത്തിയും കണ്ടെടുത്തിട്ടുണ്ട്. പ്രതിയെ വെള്ളിയാഴ്ച വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി. എന്നാൽ കിഴക്കൻ മേഖലയിൽ നിന്നും ചന്ദനമരങ്ങൾ മോഷണം പോകുന്ന വാർത്തകൾ നിത്യസംഭവമാവുകയാണ്. കഴിഞ്ഞ ദിവസം ആര്യങ്കാവ് റേഞ്ചിൽ നിന്നും 10ഓളം ചന്ദനമരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമം നടന്നിരുന്നു. ആര്യങ്കാവിലെയും തെന്മലയിലെയും സ്വാഭാവിക ചന്ദനമരത്തോട്ടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വ്യാപകമായി ചന്ദനമരങ്ങളും മോഷണം പോയിട്ടുണ്ട്. കാര്യമായ തുമ്പുണ്ടാക്കാൻ വനപാലകർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. നെടുമങ്ങാട്, വിതുര, പാലോട് തുടങ്ങിയ സ്ഥലങ്ങളിലെ മോഷ്ടാക്കളാണ് ചന്ദനമരക്കടത്തിന് പിന്നിലെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇതുവരെ പിടിയിലായവരും ഈ പ്രദേശങ്ങളിലുള്ളവരാണ്. അന്തർ സംസ്ഥാന മോഷ്ടാക്കളും കിഴക്കൻ മേഖലകളിൽ നിന്നും ചന്ദനമരം കടത്തുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രാദേശിക ഇടപെടലും വനം വകുപ്പ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. താലൂക്ക് ആശുപത്രിയിലേക്ക് വരുന്ന വഴി വാഹനത്തിൽ പ്രസവിച്ച ആദിവാസി യുവതിയെയും കുഞ്ഞിനെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ആദിവാസി ക്ഷേമ പദ്ധതിയിലെ 40ാമത്തെ അംഗമാണ് യുവതിയെന്നും അദ്ദേഹം പറഞ്ഞു. ആശുപത്രിയിലേക്ക് വരുന്ന വഴിയിൽ ജീപ്പിൽ വെച്ച് പ്രസവിച്ച അച്ചൻകോവിൽ ഗിരിവർഗ കോളനിയിലെ ഷീബയെയും കുഞ്ഞിനെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. സന്തോഷിന്റെ ഭാര്യയാണ് ഷീബ. ഷീബയുടെ 4ാമത്തെ പ്രസവമായിരുന്നു ഇത്. തമിഴ്നാട്ടിലെ ആശുപത്രിയിലായിരുന്നു ഷീബ ചികിത്സയ്ക്കായി പോയിക്കൊണ്ടിരുന്നത്. ഇവർ ഈ മാസം 27-നാണ് പ്രസവ തീയതി നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജീപ്പിൽ കൊണ്ടുവരുന്ന വഴിക്ക് മുള്ളുമലയിൽ വെച്ച് ജീപ്പിൽ പ്രസവിക്കുകയായിരുന്നു. ഉടൻ തന്നെ അവിടെ അടുത്തുള്ള വീട്ടിലേക്ക് അമ്മയെയും കുഞ്ഞിനെയും മാറ്റി. പിന്നീട് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും SC പ്രൊമോട്ടർമാർ എത്തിയാണ് ഇവരെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന ആദിവാസി ക്ഷേമ പദ്ധതിയിൽ ഇവർ അംഗമാണോ എന്നും പ്രയോജനം ഇവർക്ക് ലഭിക്കുന്നുണ്ടോ, പ്രൊമോട്ടർമാരുടെ സേവനം തൃപ്തികരമാണോ തുടങ്ങിയവ നേരിൽ മനസ്സിലാക്കുന്നതിനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശുപത്രിയിലെത്തിയത്. ജില്ലാ പഞ്ചായത്തിന്റെ ആദിവാസി ക്ഷേമ പദ്ധതിയിലെ 40ാമത്തെ അംഗമാണ് ഷീബ എന്നും S. ജയമോഹൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓഗസ്റ്റ് 11-ന് CPM നടത്തുന്ന ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായി പത്തനാപുരം ഏരിയയിലെ വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജാഥ CPM സംസ്ഥാന കമ്മിറ്റി അംഗം K. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്കിലാത്തു നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വിപുലമായ ഒരു ജനകീയ ക്യാമ്പയിൻ എന്ന ഉദ്ദേശത്തോടെയാണ് ആഗസ്റ്റ് 11-ന് കേരളത്തിലങ്ങോളമില്ലോളം മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ, അങ്കമാലി മുതൽ കേശവദാസപുരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ധർണ സംഘടിപ്പിക്കാൻ CPIM തീരുമാനിച്ചു.
ടൗൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി റെജിമോനാണ് ജാഥ ക്യാപ്റ്റൻ. CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, CPM ഏരിയ സെക്രട്ടറി N ജഗദീശൻ, നേതാക്കളായ ആശാ ശശിധരൻ, ഫാത്തിമ ഖാൻ, ശിവദാസൻ പിള്ള, ഡെൻസൺ വർഗീസ്, AB ആൻസർ, രത്നമ്മ തുടങ്ങിയവർ സംസാരിച്ചു. K രാജഗോപാലിൽ നിന്നും ജാഥ ക്യാപ്റ്റൻ റെജിമോൻ പതാക ഏറ്റുവാങ്ങിയ ശേഷം നെടുമ്പറമ്പ്, പള്ളിമുക്ക്, മോസ്കോ ജംഗ്ഷൻ, മഞ്ചള്ളൂർ, കാരമൂട്, അമ്പലമുക്ക്, മൂലക്കട, AKI ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. പത്തനാപുരം ചെമ്പിലാറ്റ് ജംഗ്ഷനിൽ നിന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് K രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ടൗൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് റെജിമോൻ നയിക്കുന്ന കാൽനട പ്രചരണ ജാഥ ഇതായി വാഹനത്തിന് പിന്നാലെയായി കടന്നുവരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിനും പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് നടന്ന സമാപന സമ്മേളനം ഏരിയ സെക്രട്ടറി N ജഗദീശൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ക്യാൻസർ നിർണയ ക്യാമ്പിന് മുന്നോടിയായി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായാണ് ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പത്തനാപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഫാത്തിമ ഖാൻ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അടുത്ത വരും വർഷങ്ങളിൽ ഈ രോഗം വരാൻ സാധ്യതയുണ്ട് എങ്കിൽ അതുകൂടി കണ്ടുപിടിക്കാൻ തരത്തിലുള്ള ഒരു പരിപാടിക്കാണ് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ പരിപാടി വിജയിക്കണമെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലാണ്. സമൂഹത്തോടുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തതിന്റെ ഫലമായി ഇത്ര പേരെ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന ഒരു ആത്മസംതൃപ്തി നിങ്ങൾക്ക് വരത്തക്ക രീതിയിൽ പ്രവർത്തിക്കണമെന്ന് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റ് സന്നദ്ധ സേവാ പ്രവർത്തകർ എന്നിവർക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ സീനിയർ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ MC ലീലാവതി ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ദിലീകുമാർ അധ്യക്ഷത വഹിച്ചു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. പത്തനാപുരം താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ KS വൃന്ദ, ഡോക്ടർ ബിപിൻ, ഡോക്ടർ CG ജിഷ, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KS ജയകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രത്നമ്മ, സഹദ ബീവി, ഗിരിജ മോഹനൻ, വിജി മധുസൂദനൻ, M ജിയാസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ആഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 18 വരെ അതാത് പ്രദേശത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ വച്ചാണ് സൗജന്യ ക്യാൻസർ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ശോഭ മെറ്റൽ സ്റ്റോർ. സ്റ്റീൽ, വെങ്കല പാത്രങ്ങൾ, പ്രസന്റേഷൻ സെറ്റുകൾ, നിലവിളക്കുകൾ, അന്ന അലൂമിനിയം പാത്രങ്ങൾ, പ്രസ്റ്റീജ്, ജാക്സൺ, ഐഡിയൽ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ പ്രഷർ കുക്കേഴ്സ്, പ്രീതി മിക്സി, പിജിയൻ ഓട്ടോമാറ്റിക് സ്റ്റൗ ആൻഡ് ഇൻഡക്ഷൻ കുക്കർ, ഗ്രൈൻഡറുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ് തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇഷ്ടാനുസരണം യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ശോഭ മെറ്റൽ സ്റ്റോർ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 0475 2222 280 94472 06383. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ്. പുഷ്പസൗന്ദര്യത്തിന്റെ വശ്യഭാവത്തെ മിഴികൾ കവരും അഴകോടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു രാജി പുഷ്പവ്യാപാരം, പുനലൂർ. 30 വർഷത്തെ സേവന പാരമ്പര്യത്തിലൂടെ വിശ്വാസമാർജിച്ച ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഗോൾഡൻ റോസ്, ഊട്ടി റോസ്, ബാംഗ്ലൂർ റോസ്, ഓർക്കിഡ്, ഡച്ച് റോസ്, താമര, പിച്ചി, മുല്ല, ഫൈഡർ ബൊക്കെ, ബോഡി ബൊക്കെ, പ്രസന്റേഷൻ ബൊക്കെ, കാർ ഡെക്കറേഷൻ, പൂമാല, ബൊക്കെ, പൂച്ചെണ്ട്, റീത്ത് മുതലായവ ഉത്തരവാദിത്തത്തോടുകൂടി ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു. പാരമ്പര്യത്തിന്റെ തലയെടുപ്പോടെ രാജി പുഷ്പവ്യാപാരം നിങ്ങളോടൊപ്പം. രാജി പുഷ്പവ്യാപാരം, PO ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 98471 82419 9744 335336. വശ്യതയുടെ പുതുപുത്തൻ ഭാവങ്ങൾക്ക് നിറസാന്നിധ്യം വിളിച്ചോതി കല്ലേലിൽ ടെക്സ്റ്റൈൽസ്, പുനലൂർ. പ്രഭചുരിയും വസ്ത്രങ്ങളുടെ അത്യപൂർവ ശ്രേണിയിൽ നിന്ന് ഡൺഹിൽ, സിറ്റി, പാർക്കർ, കിങ് റിച്ചാർഡ്, ഇൻസ്പയർ, വി സ്റ്റാർ, MCR, റോഷ്നി, കിറ്റെക്സ്, രാംരാജ് എന്നീ ലോകോത്തര കമ്പനികളുടെ മുണ്ടുകൾ, ഷർട്ടുകൾ, ചുരിദാറുകൾ, ചുരിദാർ പീസുകൾ, കൂടാതെ വിവാഹ പട്ടുസാരികൾ, ഫാൻസി സാരികൾ എന്നിവയും ലഭ്യമാണ്. അനുപമ സൗന്ദര്യം ഞങ്ങൾ നിങ്ങൾക്കായി അണിയിച്ചൊരുക്കുന്നു. വിലക്കുറവ്, ഗുണമേന്മ, വിശ്വസ്തത ഞങ്ങളുടെ മാത്രം പ്രത്യേകത. കല്ലേലിൽ ടെക്സ്റ്റൈൽസ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. കല്ലേലിൽ ടെക്സ്റ്റൈൽസ്. എന്റെ ഇക്ക, നിങ്ങളുടെ പ്രായമുണ്ടല്ല TVക്ക്, ഇനിയെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ?
ഓ ഇനിയിപ്പോ ഓണമൊക്കെ ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. ഇതൊക്കെ വെറുതെ ആണെന്നേ. ദക്ഷിണേന്ത്യയിൽ 250ഓളം ശാഖകളുള്ള വൈറ്റ് മാർട്ടിലേക്ക് ലോൺ എടുക്കാൻ കൊണ്ടുചെല്ലേണ്ടത് ഇത്രമാത്രം: അഡ്രസ് പ്രൂഫ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 1 ക്യാൻസൽ ചെയ്ത ചെക്ക്. നോക്കട്ടെ. ആഹാ, നമ്മുടെ പുനലൂരുമുണ്ടല്ലോ. അപ്പൊ ഇനി TV വാങ്ങാൻ ഓണത്തിനും ക്രിസ്മസിനും ഒന്നും കാത്തു നിൽക്കണ്ടല്ലേ. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBT സമീപം മെയിൻ റോഡ് പുനലൂർ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222120. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്. വാസ്തുശാസ്ത്ര രംഗത്തും കൺസ്ട്രക്ഷൻ രംഗത്തും കഴിഞ്ഞ 20 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള അഞ്ചൽ രാജേന്ദ്ര സ്വാമികളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ: സ്ഥാനനിർണയം, കെട്ടിടങ്ങളുടെ പ്ലാനുകൾ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേറ്റ് ആൻഡ് സൂപ്പർവിഷൻ, ഇന്റീരിയർ ഡിസൈനിംഗ്, ആരാധനാലയങ്ങളുടെ ഡിസൈനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, വാസ്തു കൺസൾട്ടിംഗ്. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്, ഈസ്റ്റ് HSS എതിർവശം, അഞ്ചൽ. ഫോൺ 9447340838. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകൾക്കെതിരെ CPI നേതൃത്വത്തിൽ തെന്മല പഞ്ചായത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി R രാമചന്ദ്രൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന ഭരണത്തിനെതിരെ CPI സംസ്ഥാനത്തുടനീളം നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി തെന്മല പഞ്ചായത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് തെന്മല ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ജാഥ CPI കൊല്ലം ജില്ലാ സെക്രട്ടറി R രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ L ഗോപിനാഥ പിള്ളയ്ക്ക് ഫ്ളാഗ് കൈമാറിയാണ് കാൽനട പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ നടത്തുന്ന ജനദ്രോഹ നയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടുകയും വരുന്ന തെരഞ്ഞെടുപ്പിന് ജനങ്ങളുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനുമാണ് ജാഥ ലക്ഷ്യമിടുന്നതെന്ന് CPI ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ഒപ്പം UDF പ്രാദേശിക ഭരണകൂടങ്ങൾ നടത്തുന്ന അഴിമതികൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നുകാട്ടാനും ജാഥ ഉപകരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഈ ജാഥയിൽ ഞങ്ങൾ പ്രധാനമായിട്ടും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നുകാട്ടുന്നതിന് അവരുടെ അഴിമതിയുടെ വിവരങ്ങൾ ജനങ്ങളുമായി സംവേദിക്കുന്നതിന് ഉദ്ദേശിച്ചാണ് നടത്തുന്നത്. അതുപോലെ തന്നെ പ്രാദേശികമായി പഞ്ചായത്തുകളുടെ, മുനിസിപ്പാലിറ്റികളുടെ, കോർപ്പറേഷനുകളുടെ ഭരണത്തെ സംബന്ധിച്ച് അതിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള കക്ഷികൾ ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്.
ആ പഞ്ചായത്തുകളിലെ ഭരണപരമായ ദുർനടപടികൾ ജനങ്ങളിൽ എത്തിക്കാനും ഈ ജാഥ പ്രയോജനപ്പെടണം എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കൂടാതെ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നടന്നിട്ടുള്ള വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ, LDFിൻ്റെ MLAമാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്താനും ഈ ജാഥ ഉപകാരപ്പെടും എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ജനകീയ ബന്ധം സ്ഥാപിക്കാനും ബന്ധം ഉറപ്പിക്കാനും വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ട് കൂടി ഈ ജാഥയെ ഞങ്ങൾ ഉദ്ഘാടന പരിപാടിക്ക് CPI തെന്മല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുനിൽകുമാർ അധ്യക്ഷനായി. CPI പുനലൂർ മണ്ഡല സെക്രട്ടറി C. അജയപ്രസാദ്, CPI നേതാക്കളായ അജിത പ്രദീപ്, R. മോഹനൻ, അശോകൻ, AIYF നേതാക്കളായ I. മൻസൂർ, ശരത് തുടങ്ങിയവർ സംസാരിച്ചു. തെന്മല ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ജാഥ ലക്ഷംവീട്, ഒറ്റക്കൽ, റെയിൽവേ സ്റ്റേഷൻ, നേതാജി, ഇന്ദ്രനഗർ, ഉറുകുന്ന്, തേക്കൻകൂപ്പ്, ആനൂർ വഴി ഇടമൺ 34 സമാപിച്ചു. സമരങ്ങളുടെ ഭാഗമായി CPIയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ തെന്മലയിൽ നിന്നും CPIയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി സഖാവ് R. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് സഖാവ് L. ഗോപിനാഥ പിള്ളയും സഖാവ് അജിതകുമാരിയും നയിക്കപ്പെടുന്ന അഴിമതി വിരുദ്ധ കാലപ്രകടന ജാഥ ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. സമാപന സമ്മേളനം CPI പുനലൂർ മണ്ഡല സെക്രട്ടറി C. അജയപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ ജാഥയുടെ 2ാം ഘട്ടം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ചാലിയേക്കരയിൽ നിന്നും ആരംഭിച്ച് ഇടമൺ സത്ര ജംഗ്ഷനിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തെന്മല. സിവിൽ സർവീസ് പരീക്ഷയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ രേണു രാജിനെ ആദരിച്ചു. പത്തനാപുരം സബ് ട്രഷറി പരിധിയിലെ ഓഫീസ് മേധാവികളുടെയും ജീവനക്കാരുടെയും ആഭിമുഖ്യത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. പത്തനാപുരം സബ് ട്രഷറി പരിധിയിലെ ഓഫീസ് മേധാവികളുടെയും ജീവനക്കാരുടെയും ആഭിമുഖ്യത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം മൌണ്ട് താബോർ ദയറ സെക്രട്ടറി റവറന്റ് ഫാദർ KV പോൾ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ഖാൻ അധ്യക്ഷയായിരുന്നു. പത്തനാപുരം തഹസിൽദാർ S. ലംബോദരൻ പിള്ള ഡോക്ടർ രേണു രാജിന് ഉപഹാരം നൽകി അനുമോദിച്ചു. പത്തനാപുരം BDO സൗമ്യ ഗോപാലകൃഷ്ണൻ, സബ് ട്രഷറി സൂപ്രണ്ട് KM കബീർ, കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ റോസമ്മ ഫിലിപ്പ്, പിറവന്തൂർ ഗുരുദേവ HSS HM VB മോഹൻരാജ്, വാർഡ് മെമ്പർ ഹരിപ്രകാശ്, KSSPU പ്രസിഡന്റ് PM ഹുസൈൻ സാഹിബ്, S. അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. പത്തനാപുരം സബ് ട്രഷറി ഓഫീസർ KT സതീഷ് കുമാറിന്റെ മരുമകളാണ് റാങ്ക് ജേതാവ് ഡോക്ടർ രേണുരാജ്. അനുമോദന സമ്മേളനത്തിന്റെ ഭാഗമായി പത്തനാപുരം ടൌണിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചലച്ചൻ പുരസ്കാരം ഡോക്ടർ VK ജയകുമാറിന്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ മാനിച്ചാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. വന്ധ്യനായ അഞ്ചലച്ചന്റെ നാമധേയത്തിൽ അഞ്ചലച്ചന്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ള അഞ്ചലച്ചൻ പുരസ്കാരത്തിന് ഇത്തവണ അർഹനായത് ശബരിഗിരി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ VK ജയകുമാറാണ്. കിഴക്കൻ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പുരോഗതിക്കായി VK ജയകുമാറും ശബരിഗിരി ഗ്രൂപ്പും നൽകിയ സമഗ്ര സംഭാവനകൾ മുൻനിർത്തിയാണ് ഡോക്ടർ VK ജയകുമാറിനെ അഞ്ചലച്ചൻ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. പുരസ്കാരം ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്ത ഡോക്ടർ VK ജയകുമാറിന് കൈമാറി. വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള അഞ്ചലച്ചൻ പുരസ്കാരം അഞ്ചൽ എന്ന പ്രദേശത്ത് 1978 ആദ്യമായി ഇംഗ്ലീഷ് പഠനത്തിനു വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുകയും അനേക തലമുറകൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ശബരിഗിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചെയർമാൻ ഡോക്ടർ VK ജയകുമാർ അവർക്ക് ഏറെ സന്തോഷത്തോടെ അതിലേറെ കൂടുതൽ അവാർഡുകൾക്ക് അദ്ദേഹം അർഹനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഏറെ ആദരവോടെ അതിനോടൊപ്പം ഒരു കാഷ് അവാർഡും ഉണ്ട്. ഇത് രണ്ടും കൂടാണ് കൈമാറുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊല്ലം തിരുമംഗലം
കൊല്ലം ദേശീയപാതയിൽ തണ്ണിവളവിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. മരിച്ചത് തമിഴ്നാട് സ്വദേശി ഗോമതി. അപകട കാരണം ടിപ്പർ ലോറിയുടെ അമിത വേഗത. തെന്മലയിൽ ചന്ദനമോഷണത്തിനിടെ പിടികിട്ടാപ്പുള്ളിയെ വനപാലകർ വലയിലാക്കി. നിരവധി കേസുകളിലെ പിടികിട്ടാപ്പുള്ളി ആനവട്ട കോങ്കൽ സ്വദേശിയാണ് പിടിയിലായത്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപണവുമായി ഗ്രാമപഞ്ചായത്ത് അംഗം രംഗത്ത്. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ അനുജനെ ഭവന പദ്ധതിയിൽ അനധികൃതമായി ഉൾപ്പെടുത്തിയതായി ആരോപണം. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.